ഇവർക്ക് നമസ്കാരം. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കീം എക്സാം വളരെ അടുത്തിരിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ പല കാര്യങ്ങളും എല്ലാവരും അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. എന്നാലും നമ്മൾ ഒരു കാര്യം പോലും മിസ്സാവരുത്. ഒരു ചെറിയ കാര്യം കൊണ്ട് നമുക്ക് വലിയ കാര്യം നഷ്ടപ്പെടാൻ പാടില്ല. നമ്മുടെ കീം എക്സാമിന് പോകുന്ന കുട്ടികൾ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. പ്രത്യേകിച്ച് ഇനി ഒരു ഡ്രസ് കോഡ് അങ്ങനെ ഒരു സംഭവം നമ്മുടെ നീറ്റ് എക്സാം പോലൊന്നും ഇല്ല. സാധാരണ രീതിയിൽ കൂടെ അങ്ങ് പോയാൽ മതി. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ അഡ്മിറ്റ് കാർഡ് നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഡൗൺലോഡ് ചെയ്ത് കാണും. അതൊരു കളറാണെങ്കിൽ നല്ലതായിരിക്കും. നമ്മളൊരു കളറായിട്ട് തന്നെ തുടങ്ങട്ടെ. അപ്പോൾ ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു ഫോട്ടോ കോപ്പി വേണം നിങ്ങളത് എടുക്കാൻ. രണ്ടാമത് നിങ്ങളുടെ എക്സാമിന് എപ്പോഴാണോ സമയം, ഇപ്പോൾ 2 മണിയാണെങ്കിൽ നിങ്ങളൊരു 1:30 അവിടെ എത്തിയിരിക്കണം. കാരണം ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയതുകൊണ്ട് നിങ്ങൾ ലേറ്റ് ആയി കഴിഞ്ഞാൽ അവർ അഡ്മിറ്റ് ചെയ്യാൻ സാധ്യതയില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഇച്ചിരി നേരത്തെ തന്നെ അവിടെ എത്തുക. ഒരു അരമണിക്കൂർ മുമ്പ് എത്തുക. നിങ്ങൾക്ക് എക്സാമിന് തൊട്ട് മുമ്പായിട്ടൊരു മോക്ക് ടെസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് പരിചയപ്പെടുത്താൻ എങ്ങനെയായിരിക്കും. ഇപ്പോൾ പുതിയ കുട്ടികൾക്കൊക്കെ പല കുട്ടികൾക്ക് ഇത് എന്താണ് എങ്ങനെയാണെന്നുള്ള അറിയത്തില്ലായിരിക്കും. അപ്പം അതിനുള്ളിൽ ഒരു 15 മിനിറ്റത്തോളം നിങ്ങൾക്കൊരു മോക്ക് ടെസ്റ്റ് ഉണ്ട്. അപ്പം അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് തീരുമ്പോൾ നിങ്ങളുടെ റിയൽ എക്സാമിലോട്ട് കയറും. അപ്പം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഫോർമാലിറ്റീസ് ഉണ്ട്. വേറെ പ്രത്യേകിച്ച് ഒന്നും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നിങ്ങൾ പോകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളൊരു ID നിങ്ങളെ തിരിച്ചറിയണമല്ലോ. അതിനുവേണ്ടിയുള്ള ഒരു പ്രൂഫ് നിങ്ങൾക്ക് വേണം. അത് നിങ്ങളുടെയിലുള്ള പല കാര്യങ്ങളുടെ ആധാർ കാർഡ് എല്ലാവരുടെയിലും ഉണ്ട്. അതും കൊണ്ട് പോയാൽ മതി. ഇനി അല്ലെങ്കിൽ പാസ്പോർട്ടോ ഇല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ അങ്ങനെയുള്ള നമ്മുടെ വോട്ടേഴ്സ് IDയോ പാൻ കാർഡോ ഇതിലേതെങ്കിലും ഒറിജിനലും കൊണ്ട് അങ്ങ് പോയേക്കണം. ഒരു കോപ്പിയും വെച്ചേക്കണം. കൈ ചുമ്മാ ഇരുന്നോട്ട്. വേണമെങ്കിൽ അതും കൊണ്ടുപോകും. ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. വേറെ കാൽക്കുലേറ്ററോ സ്മാർട്ട് വാച്ചോ ഒന്നും നിങ്ങൾ യൂസ് ചെയ്യരുത്. സാധാരണ ഒരു ലൈറ്റ് ഷർട്ടും അങ്ങനെയൊക്കെയുള്ള വലിയ വളവണ്ടാരം പോലുള്ള ഷർട്ടുകളും പാൻറ്റുകളും അതൊന്നും യൂസ് ചെയ്യണ്ട. ഇന്നത്തെ എക്സാം അല്ലേ, വളരെ ലളിതമായിട്ട് സിമ്പിളായിട്ട് പോവുക. അങ്ങനെ അങ്ങോട്ട് പോയി അത് എക്സാം എഴുതുക. പ്രാർത്ഥിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടക്കും. എല്ലാവർക്കും നല്ലൊരു റാങ്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങളും പോവാം. ഓക്കെ, നല്ല രീതിയിൽ കൂടെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. എന്തായാലും ഇത് എല്ലാ വർഷങ്ങളും നടക്കുന്നതാണ്. പിന്നെ CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയത് ഇപ്പോൾ 1-2 വർഷം ആയതേ ഉള്ളൂ. അതിനും OMR ഷീറ്റേലായിരുന്നു. അപ്പോൾ അതിന്റെ ഫോർമാലിറ്റീസ് വേറെ ആയിരുന്നു. ഇതിന്റെ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. എല്ലാവർക്കും റാങ്ക് കിട്ടട്ടെ. എല്ലാവർക്കും ഒന്നുകൂടെ ഞാൻ നമ്മുടെ രീതിയിൽ കൂടെയും നിങ്ങൾക്ക് നല്ല റാങ്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.